നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് സ്കഫോൾഡിങ്സിനെ പറ്റിയിട്ടാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വെരി സിമിലർ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ സ്കഫോൾഡിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം സ്കഫോൾഡിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവർക്കും നല്ല പരിചയമുള്ള ഒരു എന്താ പറയുക ടെമ്പററി സ്ട്രക്ചറാണ് നമ്മുടെ സ്കഫോൾഡിങ്. ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻ കൺസ്ട്രക്ഷൻ ആൻഡ് മെയിൻ്റെനൻസ് വർക്ക് ടു പ്രൊവൈഡ് എ സേഫ് ആൻഡ് സ്റ്റേബിൾ വർക്കിംഗ് പ്ലാറ്റ്ഫോം ഫോർ വർക്കേഴ്സ് വെൻ വർക്കിംഗ് അറ്റ് ഹൈറ്റ് അല്ലേ. അപ്പോൾ സ്കഫോൾഡിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടെമ്പററി സ്ട്രക്ചറാണ്. എന്തിനൊക്കെ യൂസ് ചെയ്യാന്ന് വെച്ചാൽ കൺസ്ട്രക്ഷൻ വർക്കിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ മെയിൻ്റെനൻസ് വർക്കിനെല്ലാം വേണ്ടിയിട്ട് നമ്മളൊരു സേഫ് ആൻഡ് സ്റ്റേബിൾ വർക്കിംഗ് പ്ലാറ്റ്ഫോം, വർക്കേഴ്സിനുള്ളൊരു സേഫ് ആൻഡ് സ്റ്റേബിൾ വർക്കിംഗ് പ്ലാറ്റ്ഫോം, അതായത് ഹൈറ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെമ്പററി സ്ട്രക്ചറാണ് സ്കഫോൾഡിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, so scaffolding is the temporary platform required for masons to work at height of more than 1.5 meter. അതായത് 1.5 മീറ്ററിലൊക്കെ കൂടുതൽ വരുവാണെങ്കിലാണ് നോർമലി നമ്മൾ സ്കഫോൾഡിങ്സ് സാധാരണ രീതിയിൽ യൂസ് ചെയ്യാറ്. അപ്പോൾ ഈ സ്കഫോൾഡിംഗ് എന്ന് പറഞ്ഞാൽ പ്രൊവൈഡഡ് ഓൺ ഓൺലി വൺ സൈഡ് അല്ലെങ്കിൽ ഓൺ ബോത്ത് സൈഡ് ഓഫ് ദ വോൾ, നമ്മൾ രണ്ട് സൈഡിലും ചിലപ്പം കൊടുക്കും. Okay, if there is a chance for worker falling from a height more than 2 meter, the security regulation require that the platform should be provided with the gate rails. Okay, 2 മീറ്ററിലൊക്കെ കൂടുതൽ ആണെങ്കിൽ, ഹൈറ്റിലാണെങ്കിൽ എന്തായാലും വർക്കർ താഴെ വീഴാനും അല്ലെങ്കിൽ വലിയ ആക്സിഡൻറ്റ് പറ്റാനൊക്കെ ഉള്ള ചാൻസസ് കൂടുതലാണ്. സോ അക്കോർഡിംഗ് ടു നമ്മളെ സെക്യൂരിറ്റി റെഗുലേഷൻ റിക്വയർഡ് ദാറ്റ് പ്ലാറ്റ്ഫോം ഷുഡ് ബി പ്രൊവൈഡഡ് വിത്ത് ഗാർഡ് റെയിൽസ്. ഓക്കെ, ഗാർഡ് റെയിൽസും അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള പ്ലാറ്റ്ഫോമും കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഇനി ഉള്ളത് നമുക്ക് സ്കഫോൾഡിങ്സിൻ്റെ കുറച്ച് പാർട്സാണ്. നിങ്ങൾക്ക് പാർട്സ് ശരിക്കും പറഞ്ഞാൽ സിലബസിൽ ഇൻക്ലൂഡഡ് അല്ല, പക്ഷേ നമ്മൾ സ്കഫോൾഡിങ് ടൈപ്സ് ഓഫ് സ്കഫോൾഡിങ് പഠിക്കുമ്പം അതിൽ പാർട്സും കൂടെ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ഓരോ ടേം ക്ലിയർ ആവുള്ളൂ. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നതാണ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ മെമ്പർ, വെർട്ടിക്കലായിട്ടുള്ള മെമ്പറിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ്സ് എന്ന് വിളിക്കുക. വെർട്ടിക്കൽ മെമ്പേഴ്സ് ദാറ്റ് ട്രാൻസ്ഫേഴ്സ് ദ ലോഡ് ടു ദ ഗ്രൗണ്ട്, ഗ്രൗണ്ടിലേക്ക് ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന വെർട്ടിക്കൽ മെമ്പറാണ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് ഈ ഒരു ഇമേജിൽ ക്ലിയർ ആയിരിക്കും. സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ഇമേജിൽ ഇതാ വെർട്ടിക്കലി ഇങ്ങനെ കൊടുത്തിരിക്കുന്ന ഈ ഒരു മെമ്പറിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ്സ് എന്ന് വിളിക്കുക. ഓക്കെ, സ്റ്റാൻഡേർഡ്സ് ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി സെക്കൻഡ് വരുന്നതാണ് ലെഡ്ജേഴ്സ്. ലെഡ്ജേഴ്സ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ മെമ്പേഴ്സിനെയാണ് നമ്മൾ ലെഡ്ജേഴ്സ് എന്ന് വിളിക്കുക. ഓക്കെ, ഹൊറിസോണ്ടൽ മെമ്പേഴ്സ് ഫിക്സ് ടു ദ സ്റ്റാൻഡേർഡ്സ്, അതിനെയാണ് നമ്മൾ ലെഡ്ജേഴ്സ് എന്ന് വിളിക്കുക. ഇതിൻ്റെ അകത്ത് കണ്ടില്ല, അടിയിൽ ലെഡ്ജർ മാർക്ക്, അതായത് വെർട്ടിക്കലി ഉള്ളതിനെ നമ്മൾ സ്റ്റാൻഡേർഡ്സ് എന്ന് വിളിക്കും. അതുപോലെ ഹൊറിസോണ്ടലി ഇങ്ങനെ കൊടുക്കുന്ന ഈ മെമ്പറിനെയാണ് നമ്മൾ ലെഡ്ജർ എന്ന് വിളിക്കുക. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ബ്രേസസ്. ബ്രേസസ് എന്ന് പറഞ്ഞാൽ ഡയഗണൽ മെമ്പേഴ്സ് യൂസ് ടു സ്ട്രെങ്തൻ ദ സ്കഫോൾഡ് ആൻഡ് പ്രിവെൻറ്റ് സ്വേ ഓർ മൂവ്മെൻറ്റ്. അതായത് കുറച്ചും കൂടെ ഒരു സ്ട്രെങ്തന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഡയഗണലി കൊടുക്കുന്ന മെമ്പറിനെയാണ് നമ്മൾ ബ്രേസസ് എന്ന് വിളിക്കുക. അതായത് ഇങ്ങനെ ഹൊറിസോണ്ടലും അല്ല വെർട്ടിക്കലും അല്ലാണ്ട് ഇങ്ങനെ ഡയഗണലി ചരിച്ചിട്ട് നമ്മൾ കുറച്ചും കൂടെ ഒരു സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് ബ്രേസസ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പുട്ട് ലോക്ക്. പുട്ട് ലോക്ക് എന്ന് പറഞ്ഞാൽ സ്മോൾ ഹൊറിസോണ്ടൽ സപ്പോർട്ട് ദാറ്റ് കണക്ട് ദ സ്കഫോൾഡ് ടു ദ വോൾ. അതായത് ഇപ്പോൾ നമ്മൾ സ്കഫോൾഡ് കൊടുത്തു, സ്കഫോൾഡിനെ ശരിക്കും പറഞ്ഞാൽ വോളിൻ്റെ അകത്തേക്ക് കണക്ട് ചെയ്യുന്ന ഒരു മെമ്പറിനെയാണ് നമ്മൾ എന്ത് വിളിക്കാം, പുട്ട് ലോക്ക് എന്ന് പറയാം. അതായത് ഇപ്പോൾ ഇവിടെ സ്റ്റാൻഡേർഡ്സ് കൊടുത്തു, ലെഡ്ജർ കൊടുത്തു, പക്ഷേ അതിന് വോളിലേക്ക് ഒരു കണക്ഷൻ കൊടുക്കുന്ന ഈ ഒരു മെമ്പറിനെയാണ് ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ പുട്ട് ലോക്സ് എന്ന് വിളിക്കാം. ഓക്കെ, നെക്സ്റ്റ് ഈസ് പ്ലാങ്ക്സ് അല്ലെങ്കിൽ ഡെക്കിങ്. അതായത് വർക്കിംഗ് പ്ലാറ്റ്ഫോം ഫോർ വർക്കേഴ്സ് ടു സ്റ്റാൻഡ് ഓർ പ്ലേസ് മെറ്റീരിയൽ ഓർ ടൂൾ. ഇപ്പോൾ നമ്മൾ സ്കഫോൾഡിൻ്റെ മുകളിൽ ഇപ്പോൾ മെയിൻ്റെനൻസ് വർക്കോ അങ്ങനെ എന്തെങ്കിലും കൺസ്ട്രക്ഷൻ വർക്ക് ആണെങ്കിൽ ആൾക്കാർക്ക് നിന്നിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമിനെയാണ് നമ്മൾ പ്ലാങ്ക്സ് എന്ന് വിളിക്കുക. ദെൻ ഗാർഡ് റെയിൽസ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ റെയിൽസ് അറ്റ് ദ ടോപ്പ് ഓഫ് ദ സ്കഫോൾഡ് ടു പ്രിവെൻറ്റ് വർക്കേഴ്സ് ഫ്രം ഫോളിങ്. അതായത് നമ്മൾ ഗാർഡ് റെയിൽ, നമ്മൾ ഹാൻഡ് റെയിൽ എന്നൊക്കെ പറയില്ലേ, ഇപ്പം സ്റ്റെയറിൻ്റെ മുകളിലൊക്കെ നമ്മൾ ആൾക്കാർ വീഴാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു റെയിൽ ടൈപ്പ് ഉണ്ടാവില്ലേ, നമ്മൾ സാധാരണ നമ്മൾ ലേഡറിൻ്റെ മുകളിൽ അല്ലെങ്കിൽ സ്റ്റെയറിൻ്റെ മുകളിലൊക്കെ കൊടുക്കുന്ന സെയിം ടൈപ്പിനെയാണ് നമ്മൾ ഇവിടെ ഗാർഡ് റെയിൽസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് സ്കഫോൾഡിങ്ങും അതെവിടെയൊക്കെ യൂസ് ചെയ്യുന്നുള്ളതാണ് പഠിക്കാനുള്ളത്. ഓക്കെ, അതിൽ ഫസ്റ്റ് വരുന്നതാണ് സിംഗിൾ സ്കഫോൾഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സിംഗിൾ സ്കഫോൾഡിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സിമ്പിൾ ടൈപ്പ് ഓഫ് സ്കഫോൾഡ് കോമൺലി യൂസ്ഡ് ഫോർ ബ്രിക്ക് മേസൺറി വർക്ക്. നമ്മൾ സാധാരണ രീതിയിൽ ബ്രിക്ക് മേസൺറി വർക്കിനാണ് നമ്മൾ സിംഗിൾ സ്കഫോൾഡിങ് യൂസ് ചെയ്യുക. ഓക്കെ, സിംഗിൾ സ്കഫോൾഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഓൺലി വൺ റോ ഓഫ് സ്റ്റാൻഡേർഡ്സ്
spaced at about 1.2 meter from meter ആണ് 1.2 meter from the wall. അതായത് നമ്മൾ സ്റ്റാൻഡേർഡ് കൊടുക്കുന്ന സമയത്ത് ഒറ്റ റോല് മാത്രമേ ഇങ്ങനത്തെ സ്റ്റാൻഡേർഡ് കൊടുക്കുള്ളൂ. ഒറ്റ റോ, സിംഗിൾ റോല് മാത്രമേ സിംഗിൾ സ്കാഫോൾഡിങ്ങിൽ നമ്മൾ സ്റ്റാൻഡേർഡ് കൊടുക്കുള്ളൂ. അതും 1.2 മീറ്റർ ഫ്രം വാളിനാണ് നമ്മൾ ഡിസ്റ്റൻസ് കണക്കാക്കുക. ഓക്കെ. ആൻഡ് സ്പേസിങ് ബിറ്റ്വീൻ ദ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ അബൌട്ട് 2 to 2.4 മീറ്റർ ആയിരിക്കും. അപ്പം അതിൽ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു നേരത്തെ വെർട്ടിക്കൽ മെമ്പറിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് എന്ന് വിളിക്കുക. അവ തമ്മിലുള്ള സ്പേസിംഗ് എന്ന് പറയുന്നത് നോർമലി 2 to 2.4 ആയിരിക്കും. ദെൻ ലെഡ്ജർ എന്ന് പറയുന്നത് 1.2 to 1.5 മീറ്ററിലായിരിക്കും സാധാരണ രീതിയിൽ ലെഡ്ജേഴ്സ് പ്രൊവൈഡ് ചെയ്യുക. ആൻഡ് പുട്ട്ലോക്സ് റെസ്റ്റ് ഓൺ ലെഡ്ജർ അറ്റ് വൺ എൻഡ് ആൻഡ് ദ ഹോൾ ലെഫ്റ്റ് ഇൻ ദ വോൾ അറ്റ് ദ അതർ എൻഡ്. പുട്ട്ലോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, അതായത് നമ്മളെ സ്കാഫോൾഡിങ്ങിനെ വോളിലേക്ക് കണക്ട് ചെയ്യുന്ന മെമ്പറിനെയാണ് നമ്മൾ പുട്ട്ലോക്ക് എന്ന് വിളിക്കുക. അപ്പം ഒരെണ്ട് സ്കാഫോൾഡിങ്ങിൻ്റെ മുകളിലും ഉണ്ടാവും. ആൻഡ് ഒരെണ്ട് എന്ന് പറഞ്ഞാൽ വോളിൽ സാധാരണ ബ്രിക്ക് ആണെങ്കിൽ ചെറിയ ഹോൾ, അതായത് അപ്പം ബ്രിക്കിൻ്റെ ഏതെങ്കിലും ഒരു പോർഷൻ അവിടെ ഒരു ചെറിയ ഹോൾ ഇട്ടിട്ട് അതിൻ്റെ പുട്ട്ലോക്ക് ഇറക്കി വെക്കുകയാണ് സാധാരണ രീതിയിൽ ചെയ്യുക. ഇനി ഈ പുട്ട്ലോക്കിൻ്റെ സ്പേസിംഗ് എന്ന് പറഞ്ഞാൽ 1.2 to 1.5 മീറ്ററാണ് സാധാരണ പുട്ട്ലോക്കിൻ്റെ സ്പേസിങ് വരിക. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട മെയിൻ 2 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ ബ്രിക്ക് മേസൺറി വർക്കിനാണ് യൂസ് ചെയ്യുക. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒറ്റ റോ ഓഫ് സ്റ്റാൻഡേർഡ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇതാണ് സിംഗിൾ സ്കാഫോൾഡിംഗ് എന്ന് പറയുന്നത്. ഇതാണ് അതിൻ്റെ ഫിഗർ. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഡബിൾ സ്കാഫോൾഡിംഗ്. ഡബിൾ സ്കാഫോൾഡിംഗ് എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെ ഉണ്ട്, ഡബിൾ സ്കാഫോൾഡിംഗ് ആണ്. അതായത് double scaffolding is a type of scaffold commonly used for stone masonry where making hole in the wall for support is difficult. So 2 rows of standards are provided to ensure better stability and support, hence the name double. Okay, അതായത് നിങ്ങൾക്ക് ഫിഗറിൽ കാണാം, അതായത് 2 റോയിൽ എന്തുണ്ടാവും, സ്റ്റാൻഡേർഡ്സ് കൊടുക്കും. നമ്മൾ നോർമലി എന്ന് പറഞ്ഞാൽ സിംഗിൾ സ്കാഫോൾഡിൽ എങ്ങനെയായിരുന്നു, അതായത് ഒരു റോല് കൊടുത്തതിന് ശേഷം നമ്മൾ പുട്ട്ലോക്ക് യൂസ് ചെയ്തിട്ട് വോളിൻ്റെ മുകളിലേക്ക് നമ്മൾ കണക്ഷൻ കൊടുക്കുക ചെയ്യുന്നത് അല്ലേ. പക്ഷേ ചില കേസിൽ നമുക്കിപ്പം എന്താ പറയുക, ഗ്ലാസിൻ്റെ ഒക്കെ വർക്കോ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ ഒക്കെ വോളോ അല്ലെങ്കിൽ ഇപ്പം സ്റ്റോൺ മേസൺറിയിലൊക്കെ വരുന്ന വോളുകളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അതിൽ ഹോൾ ഇടാൻ പറ്റിയെന്ന് വരില്ല. അപ്പം അങ്ങനത്തെ കേസിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇങ്ങനെ 2 റോല് എന്ത് ചെയ്യും, അതായത് വോളുമായിട്ട് കണക്ഷൻ ഉണ്ടാവില്ല, അതായത് 2 റോല് നമ്മൾ സ്റ്റാൻഡേർഡ്സ് പ്രൊവൈഡ് ചെയ്യും. അതിനാണ് നമ്മൾ ഡബിൾ സ്കാഫോൾഡിംഗ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ നോർമലി നമ്മൾ വോൾ, അതായത് ഗ്ലാസ് വർക്ക്, അതിലൊന്നും നമുക്ക് ഹോൾ ഇടാൻ പറ്റില്ല അല്ലേ. അപ്പോൾ ആ കേസിൽ അല്ലെങ്കിൽ സ്റ്റോൺ മേസൺറി വർക്കിനൊക്കെയാണ് സാധാരണ രീതിയിൽ ഡബിൾ സ്കാഫോൾഡിംഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ കാൻറ്റിലിവർ സ്കാഫോൾഡിംഗ് ആണ്. കാൻറ്റിലിവർ സ്കാഫോൾഡിംഗ് എന്ന് പറഞ്ഞാൽ അതായത് സാധാരണ രീതിയിൽ സ്കാഫോൾഡിംഗ് കൊടുക്കും, എന്നിട്ട് ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു സപ്പോർട്ട് കൂടെ നമ്മൾ എക്സ്ട്രാ കൊടുക്കും. ഈ ഒരു ടൈപ്പിനെയാണ് കാൻറ്റിലിവർ സ്കാഫോൾഡിംഗ് എന്ന് വിളിക്കുക. സാധാരണ രീതിയിൽ ഇതൊരു 3 ഒക്കേഷനിലാണ് സാധാരണ യൂസ് ചെയ്യുക. ദാറ്റ് ഈസ് ദ കൺസ്ട്രക്ഷൻ വർക്ക് ഇൻ ദ അപ്പർ സ്റ്റോറി ഓഫ് മൾട്ടി സ്റ്റോറി ബിൽഡിംഗ്. ഇപ്പം ബിൽഡിങ്ങിൻ്റെ ഒക്കെ മേലിൽ ഇപ്പോൾ ഫസ്റ്റ് സ്റ്റോറീൻ്റെ വർക്കൊക്കെ കഴിഞ്ഞു, സെക്കൻഡ് സ്റ്റോറിയിലാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് സാധാരണ രീതിയിൽ സ്റ്റാൻഡേർഡ് നമ്മൾ കൊടുക്കുക, അതായത് സ്കാഫോൾഡിങ്ങിൻ്റെ കാലുകൾ നമ്മൾ കൊടുക്കുക ഗ്രൗണ്ടിൽ നിന്ന് വെച്ചിട്ടാണ് കൊടുക്കുക അല്ലേ. അപ്പോൾ ചില കേസിൽ നമുക്കിപ്പോൾ ഗ്രൗണ്ടിൽ ഫസ്റ്റ് സ്റ്റോറിയിലെ ഇതൊക്കെ കഴിഞ്ഞു, അപ്പോൾ അവിടെ എന്തെങ്കിലും ഷോപ്പിംഗ് കോംപ്ലക്സ് ഒക്കെയാണെന്ന് വിചാരിച്ചു. അപ്പോൾ ചിലപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്കാഫോൾഡിങ്ങിൻ്റെ കാലുകൾ നമുക്ക് ചിലപ്പം ഫസ്റ്റ് സ്റ്റോറിയിൽ കൊടുക്കാൻ പറ്റില്ല സപ്പോർട്ടിനായിട്ട് അല്ലേ. അപ്പം ചിലപ്പം നമുക്ക് മേലത്തെ സ്റ്റോറിയിൽ മാത്രമായിട്ട് സ്കാഫോൾഡിങ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനത്തെ ഒരു ടൈപ്പ് കാൻറ്റിലിവർ സ്കാഫോൾഡിങ്ങും കൂടെ പ്രൊവൈഡ് ചെയ്യും. അതാണ് പറഞ്ഞത് ദ കൺസ്ട്രക്ഷൻ വർക്ക് ഈസ് ഇൻ ദ അപ്പർ പാർട്ട് ഓഫ് മൾട്ടി സ്റ്റോറി ബിൽഡിംഗ്. ഇനി വേറൊരു കേസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ഈസ് ടു വീക്ക് ടു റിസീവ് ദ സ്റ്റാൻഡേർഡ്. ഗ്രൗണ്ട് അത്രയും 2 വീക്ക് ആണെങ്കിൽ, അല്ലെങ്കിൽ ഗ്രൗണ്ട് ഈസ് 2 വീക്ക് ടു റിസീവ് ദി സ്റ്റാൻഡേർഡ്സ് ആണെങ്കിൽ, സ്ട്രാൻഡ്സ് ആണെങ്കിൽ നമ്മൾ കാൻറ്റിലിവർ സ്കാഫോൾഡിങ് കൊടുക്കും. അതുപോലെ ദ സ്പേസ് അറ്റ് ദ ഗ്രൗണ്ട് ലെവൽ ഈസ് റിക്വയർഡ് ടു ബി ഫ്രീ ഓഫ് ഒബ്സ്ട്രക്ഷൻസ് അല്ലേ. ചില കേസിൽ നമുക്ക് ഗ്രൗണ്ടിൽ സ്കാഫോൾഡിങ് ഒബ്സ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്പേസ് അറ്റ് ദ ഗ്രൗണ്ട് ലെവൽ ഈസ് റിക്വയർഡ് ടു ബി ഫ്രീ ഓഫ് ഒബ്സ്ട്രക്ഷൻ. അവിടെ ഒബ്സ്ട്രക്ഷൻ ഒന്നും പാടില്ലാത്ത കേസ്, ഇപ്പം നമ്മൾ സ്കാഫോൾഡിങ് കൊടുക്കും, അതിൻ്റെ കാലുകൾ ഇതൊക്കെ നമ്മളിങ്ങനെ ആക്കി വെക്കും അല്ലേ, ഗ്രൗണ്ടിൽ നമ്മൾ കൊടുക്കും. അപ്പോൾ അതൊക്കെ ഒബ്സ്ട്രക്ഷൻ, ഇപ്പം താഴെ എന്തെങ്കിലും ഓഫീസും കാര്യങ്ങളും അല്ലെങ്കിൽ അവിടെ സ്മൂത്തായിട്ട്
നമ്മളെ ഷോപ്പിംഗ് കോംപ്ലക്സും കാര്യങ്ങളൊക്കെ നടക്കുവാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് സ്കാഫോൾഡിംഗ് ഒന്നും കൊണ്ടുവെക്കാനുള്ളൊരു ഇതുണ്ടാവില്ല, ഒബ്സ്ട്രക്ഷൻ ആവും അല്ലേ. അപ്പം അങ്ങനത്തെ സ്പേസിൽ നമുക്ക് കാൻഡിലിവർ സ്കാഫോൾഡിംഗ് കൊടുക്കാം. ദ സ്പേസ് അറ്റ് ദ ഗ്രൗണ്ട് ലെവൽ ഈസ് റിക്വയർഡ് ടു ബി ഫ്രീ ഓഫ് ഒബ്സ്ട്രക്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ഈസ് സസ്പെൻഡഡ് സ്കാഫോൾഡിംഗ്. സസ്പെൻഡഡ് എന്ന് പറഞ്ഞാൽ പേര് തന്നെ ഉണ്ട്, സസ്പെൻഡ് ചെയ്ത ടൈപ്പ്. അതായത് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ വൈറ്റ് വാഷിങ്, പെയിൻറ്റിങ് വർക്കൊക്കെ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സസ്പെൻഡഡ് സ്കാഫോൾഡിംഗ് ആണ്. അതായത് ഇപ്പോൾ ചില ഗ്ലാസ് വർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചിലപ്പം ഹൈ മൾട്ടി സ്റ്റോറി ബിൽഡിംഗ്, ഇപ്പോൾ ഒരു 100 അല്ലെങ്കിൽ ഒരു 10-20 നിലയുള്ള അല്ലെങ്കിൽ സ്റ്റോറിയുള്ള ബിൽഡിംഗ് ആണെങ്കിൽ നമുക്ക് ഗ്രൗണ്ട് ലെവൽ തൊട്ടിട്ടേ എന്ത് ചെയ്യാൻ പറ്റില്ല, ചിലപ്പം സ്കാഫോൾഡിങ് 10ാം നില വരെ സ്കാഫോൾഡിങ് കൊടുക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ അങ്ങനത്തെ കേസിലൊക്കെ വേണമെങ്കിൽ നമുക്ക് സസ്പെൻഡഡ് സ്കാഫോൾഡിങ് യൂസ് ചെയ്യാം. അതായത് ഏത് സ്റ്റോറിയാണോ നമുക്ക് വേണ്ടത് അവിടെ നിന്ന് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇപ്പോൾ റോപ്പോ വയറോ ചെയിനൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം, ഫിഗറിൽ കാണിക്കുന്ന പോലെ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മളിങ്ങനെ കൊടുക്കും. അത് റോപ്പ് വെച്ചിട്ടാവാം, വയർ വെച്ചിട്ടാവാം, ചെയിൻ വെച്ചിട്ടാവാം, നമ്മളൊരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു റൂഫ് നമ്മൾ കണക്ഷൻ കൊടുക്കും, സസ്പെൻഡഡ് ടൈപ്പ്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ സസ്പെൻഡഡ് സ്കാഫോൾഡിംഗ് എന്ന് വിളിക്കുക. നോർമലി ഇപ്പോൾ ഗ്ലാസിൻ്റെ ക്ലീനിങ് അല്ലെങ്കിൽ അങ്ങനത്തെ വർക്കിൻ്റെ മെയിൻ്റെനൻസ് വർക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കുറേ നിലകളൊക്കെ ബിൽഡിംഗ് ആണെങ്കിൽ താഴെ തൊട്ടിട്ടേ സ്കാഫോൾഡിംഗ് കൊടുക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അങ്ങനത്തെ രീതിയിലൊക്കെ നമുക്ക് സ്കാഫോൾഡിങ്സ് സസ്പെൻഡ് ടൈപ്പ് യൂസ് ചെയ്യാം. നെക്സ്റ്റ് ഈസ് ട്രെസിൽ സ്കാഫോൾഡിംഗ്. ട്രെസിൽ സ്കാഫോൾഡിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ പിക്ചറിൽ കാണുന്ന പോലെ ആസ് ദ നെയിം സജസ്റ്റഡ് ദിസ് ടൈപ്പ് ഓഫ് സ്കാഫോൾഡിംഗ് ഈസ് സപ്പോർട്ടഡ് ഓൺ ട്രിപ്പോഡ് ടൈപ്പ് മൂവബിൾ ലേഡേഴ്സ്. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ട്രൈപ്പോഡിൽ എന്തുണ്ടാവും, ഇങ്ങനത്തെ പ്ലാറ്റ്ഫോം കൊടുത്തിട്ട് ഇങ്ങനെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിനെയാണ് നമ്മൾ ട്രെസിൽ സ്കാഫോൾഡിംഗ് എന്ന് വിളിക്കുക. This type of scaffolding is used primarily in indoors like for repairing or painting work. The usage of trestle scaffolding is limited to indoor as the height in this scaffolding is up to 5 meters only. സാധാരണ രീതിയിൽ നമ്മളൊരു 5 meter ഒക്കെ വരുന്ന വർക്കിലാണ് സാധാരണ ട്രെസിൽ സ്കാഫോൾഡിങ് യൂസ് ചെയ്യുക. അതായത് ഇങ്ങനത്തെ ട്രൈപ്പോഡ് കൊടുക്കും, അതിൻ്റെ മുകളിൽ നമ്മൾ പ്ലാറ്റ്ഫോം വെച്ചിട്ട് ജസ്റ്റ് അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് ജസ്റ്റ് വർക്ക് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ ചെറിയ എന്തെങ്കിലും വർക്കുകളൊക്കെ ഉണ്ടാവില്ലേ, ഇപ്പോൾ ചെറിയ എന്തെങ്കിലും റിപ്പയർ വർക്ക്, ചെറിയ പെയിൻറ്റിങ് വർക്കൊക്കെ ആണെങ്കിലാണ് നമ്മൾ സാധാരണ ട്രെസിൽ സ്കാഫോൾഡിങ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ സ്റ്റീൽ സ്കാഫോൾഡിങ്. ഇപ്പോൾ കോമൺലി നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് സ്റ്റീലിൻ്റെ സ്കാഫോൾഡിങ്സ് ആണ്. ഇപ്പോൾ വുഡിൻ്റെ ഒക്കെ സ്കാഫോൾഡിംഗ് ഒക്കെ പോയി അല്ലേ, പകരം ഇപ്പോൾ സ്റ്റീൽ സ്കാഫോൾഡിങ്സ് ആണ് സാധാരണ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ സ്റ്റീലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന് നമ്മൾ സ്റ്റീൽ സ്കാഫോൾഡിംഗ് എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പം ഇത് എന്താ പറയുക, അതിൽ കുറച്ച് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അസംബിൾ ചെയ്യാൻ ഈസിയാണ്, അതുപോലെ തന്നെ കുറച്ചും കൂടെ സ്ട്രെങ്ത്താണ്. ഇപ്പോൾ വുഡാകുമ്പം കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്, അപ്പോൾ അതിനൊക്കെ മറികടന്നുകൊണ്ട് ഇപ്പം യൂസ് ചെയ്യുന്നതാണ് സ്റ്റീൽ സ്കാഫോൾഡിംഗ്. ആൻഡ് ലാസ്റ്റ് ടൈപ്പ് ഓഫ് സ്കാഫോൾഡിംഗ് ആണ് പാറ്റൻറ്റഡ് സ്കാഫോൾഡിംഗ്. അതായത് ഈ ഫിഗറിൽ കാണിക്കുന്ന പോലെ കുറച്ചുകൂടി ഒരു അഡ്വാൻസ് ടൈപ്പാണ്. അപ്പം ദിസ് ടൈപ്പ് ഓഫ് സ്കാഫോൾഡിംഗ് ഈസ് ഓൾസോ മെയ്ഡ് യൂസിങ് സ്റ്റീൽ. However, these are ready-made scaffolding and are fitted with special coupling and frame etc. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ റെഡിമെയ്ഡ് ടൈപ്പ് സ്കാഫോൾഡിംഗ് ആണ്, അധികവും സ്റ്റീൽ കൊണ്ട് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എക്സ്ട്രാ കുറച്ച് കപ്ലിങ്സും ഫ്രെയിംസൊക്കെ എക്സ്ട്രാ ഉണ്ടാവും. ഓക്കെ, ദ റെഡിമെയ്ഡ് സ്കാഫോൾഡിങ്സ് ആർ അവൈലബിൾ ഇൻ മാർക്കറ്റ് ആൻഡ് ആർ റെഡി ടു യൂസ് വൺസ് ബോട്ട്. ഓക്കെ, വാങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേണ്ട ഹൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് നമ്മളെ ടൈപ്സ് ഓഫ് സ്കാഫോൾഡിങ്ങിൽ നമുക്ക് പഠിക്കാനുള്ളത്. അതുപോലെ തന്നെ എവിടേക്കാണ് ഏതൊക്കെ ടൈപ്പ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങൾ. ഓക്കെ.